ഗൃഹലക്ഷ്മി 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 ഗൃഹലക്ഷ്മി. സിനി, ഹായ് മാം. ഞാൻ എന്തോരം എക്സ്പെക്ട് ചെയ്തിരുന്നു സിനിയെ. വെറുതെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തല്ലേ അവർക്ക്. എനിക്ക് കുക്കിങ്ങിന് സ്പീഡ് കുറവാണ്. അത് സാരമല്ല. എനിവേ നമുക്ക് ഇവൻ പൊടി ഇട്ടിട്ട് കുറച്ച് ഷുഗർ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷുഗർ സ്നാക്സ് ഫ്രൈ ചെയ്ത് കൂടെ എടുക്കാം അല്ലേ. വെറുതെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി ഇവൻ സ്കൂൾ കുട്ടികൾ കൂടെ ചെയ്യും അത് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ടാസ്കിന് പറയുമ്പോൾ ഒരു ഹൗസ് വൈഫിൻ്റെ ടാസ്ക് 15 മിനിറ്റ്സിൽ എന്തെങ്കിലും കുക്ക് ചെയ്താൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും ആരെങ്കിലും. സ്പീഡ് കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ ശാലിനി പറഞ്ഞു നെഗറ്റീവ് മാർക്ക് ആവും, സമയം കഴിഞ്ഞു പോയാലെന്ന് പറഞ്ഞപ്പം പിന്നെ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. അതുകൊണ്ട് ഞാൻ പക്ഷെ അത് നമ്മൾ കോളേജ് ഡേയ്സോ അങ്ങനെ ചെയ്താൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു കുഴപ്പമില്ല, കൂളായിട്ടാണ് ചെയ്തത്. പക്ഷേ ഏറ്റവും സ്കോർ ചെയ്തത് ബ്രദർ കേട്ടോ. പാവം ആ ബ്രദർ പണി കൊടുത്തല്ലേ. എനിവേ, നമുക്ക് ഇവിടെ 2 പേരുണ്ടല്ലോ, എസ്പെഷ്യലി ഗീതാഞ്ജലി. കുറ്റം കണ്ടുപിടിക്കേ ഇരിക്കുക പുലികർത്തി. നമുക്ക് ഒന്നുകൂടെ അവരെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ചേച്ചി. സിനി, ബ്രദറിന് പണി കൊടുത്തപ്പോ ബ്രദർ ഇങ്ങോട്ടൊരു പണി പണിഞ്ഞല്ലേ. അവസാനം ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇല്ല. എന്തായാലും എന്താവും നമുക്ക് നോക്കാം. ജഡ്ജസിനോട് ചോദിക്കാം. കൃഷ്ണമറേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു യമ്മി മമ്മി? ഇപ്പം ഇന്ന് ഞാൻ നായകനായിട്ട് ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമ മോശമായാൽ ആരും വലിയ പരാതി പറയില്ല. അതേസമയം മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ചിത്രം അത് മോശമായാൽ ആൾക്കാർ വളരെ മോശമായിട്ട് പറയും. കാരണം എക്സ്പെക്റ്റേഷൻ എന്നൊരു സാധനമുണ്ട്. കാരണം അവർ തെളിയിച്ചവരാണ്, പ്രൂവൺ ആർട്ടിസ്റ്റാണ്. അപ്പം അവരിൽ നിന്ന് ഒരു സാധനം മോശമാകുമ്പോൾ ഗംഭീര റിയാക്ഷൻ ആയിരിക്കും. അതേസമയം ഞാൻ പ്രൂവൺ അല്ല, ഞാൻ മറ്റ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നത്. ഒരു നായക വേഷം ചെയ്ത് ഇന്ന് ചെയ്താൽ അതാരും ഒന്നും പറയില്ല. നാളെ ഒരു പൊസിഷൻ എത്തിയാൽ എന്നെയും പറയുമേ. അപ്പോൾ അതാണ് സിനിയിൽ നിന്ന് ഇന്ന് ഞാനിവിടെ കണ്ടത്. അതും വേദനിക്കാനോ ഒന്നുമല്ല പറയുന്നത്. ഞാനത് ഇപ്പോൾ ഈ സിനിയെ പറ്റി മാത്രമല്ല പറയുന്നത്, ഇത് എല്ലാവർക്കും ബാധകമാണ്, നമുക്കും എനിക്കും. അപ്പോൾ അത് സിനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടെന്നാണ് സിനിയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഉണ്ട്. എനിക്കത് ആദ്യമേ തന്നെ മനസ്സിലായിരുന്നു. ഞാൻ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയപ്പം അത് വളരെ കുറഞ്ഞു പോയി എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ആ ഓംലെറ്റ് നല്ലതായിരിക്കാം, ഭക്ഷണമായിരിക്കാം, അതൊരു സ്നാക്കിൻ്റെ കാറ്റഗറിയിലാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കേട്ടോ. അതൊരു സ്നാക്കായിട്ട് കൊള്ളാം, അല്ലെങ്കിൽ ടച്ചിങ്സ് ആയിട്ടൊക്കെ കൊള്ളാം. പക്ഷേ അതേസമയം ഒരു ഫുൾ മീൽ എന്ന് പറയുമ്പോൾ 15 മിനിറ്റിനകത്ത് ചിലപ്പോൾ എനിക്ക് വലുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ പലരും ഇവിടെ ഉണ്ടാക്കി കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവും യെസ് ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ ഈ പറഞ്ഞൊരു സംഭവമാണ്, എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആയിട്ട് സിനിയിൽ നിന്ന് ഇങ്ങനൊരു ഓംലെറ്റ് വരുമ്പോൾ അതിലൊരു ചെറിയ പോരായ്മ ഞാൻ കാണുന്നു. താങ്ക് യു സാർ. താങ്ക് യു ചേട്ടാ. ഗീതാഞ്ജലി മാം പറയൂ സിനി. എനിക്ക് കുക്കിങ്ങിന് പൊതുവെ സ്പീഡ് ഇച്ചിരി കുറവാണ്. അത് കാരണം ഞാൻ 15 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ടെൻഷനായി പോയി എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയത്. ശരി ഇരിക്കട്ടെ. ഏതായാലും നമ്മൾ കണ്ടത് വെച്ചിട്ട് വീണ്ടും ആ ഒരു ഓംലെറ്റ് വന്ന് കണ്ടപ്പം ബ്രദറിനെ കണ്ടിട്ട് ഒരു ഫേസും പിന്നെ ഇടയ്ക്ക് വെച്ചൊരു നാക്ക് നീട്ടി ഇതൊക്കെ ചെയ്താണ് മോൾ അവിടെ ഇരുന്നത്. മമ്മി നല്ലതായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു മമ്മിയാണെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടുള്ള ഫേസ് മോൾ വെക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ബ്രദർ മുളക് പൊടി കുടിപ്പിച്ചിട്ട് പോലും സപ്പോർട്ടീവായിട്ട് സിസ്റ്ററുടെ കൂടെ നിന്ന ബ്രദർ, അതും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പിന്നെ 1-2 സ്പെഷ്യലായിട്ട് ശ്രദ്ധിച്ച് ചെയ്തത്, അതായത് സിനി ഷാർപ്പാണ്. അത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ടെൻഷനിലാണെങ്കിൽ പോലും കൈ മുറിയാതെ. നമ്മളുടെ സാലഡ് ഉണ്ടാക്കിയപ്പോൾ ഓൾമോസ്റ്റ് കൈ മുറിഞ്ഞ സാലഡിൻ്റെ കൂടെ വിരലും കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതുപോലെ ഒന്നും അല്ലാതെ ആ ഫിംഗർ ക്യാപ്പ് ഇട്ട് തന്നെ ചെയ്തു. അതേപോലെ മറ്റ് ആ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്, അതിൻ്റെ ഇടയ്ക്ക് ആ ധൃതിയിലാണെങ്കിലും ടേസ്റ്റ് നോക്കി ആണ്. സോ ഓവറോൾ നല്ലതായിരുന്നു. ബട്ട് റെസിപ്പി താങ്ക് യു ഗീതാഞ്ജലി മാം. അപ്പൊ ഇനി മാർക്സിലേക്ക് കിടക്കാം. എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും മാർക്ക്? എത്ര മാർക്ക് കിട്ടുമായിരിക്കും ഒരു ഏകദേശം ഔട്ട് ഓഫ് 100? ഇല്ല, നമുക്ക് നോക്കാം. സിനിയുടെ ഒരു ഏകദേശം. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, ജഡ്ജസ് തന്നെ പറയട്ടെ. എന്നാലും ജസ്റ്റ് ട്രൈ. ഇല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഏകദേശം ഒരു റേഞ്ച് എങ്കിലും പറയും.
എന്തായാലും 80ക്ക് ബിലോയിൽ പോവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു 80ക്ക് ബിലോയിൽ പോകരുത് എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കൃഷ്ണമറേട്ട, ഔട്ട് ഓഫ് 40 എത്രയാണ്? ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരിയെ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുപോലെ നമ്മളും കണ്ടതും. കാരണം വെച്ച് കഴിഞ്ഞാൽ റെസിപ്പിയാണ് അതിനകത്തൊരു ഇത് പറ്റി. ഉണ്ടാക്കിയതെല്ലാം നല്ലതാണ്. ഈ ഗീത പറഞ്ഞ പോലെ വളരെയധികം പോയിന്റ്സ് ഇപ്പം തന്നെ എല്ലാ സാധനങ്ങളും തിരിച്ചു വെക്കുന്നുണ്ടായിരുന്നു അതേ പൊസിഷൻ. ഇതൊക്കെ സംഭവം നല്ലതാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ടാസ്കിലെ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് റെസിപ്പിയും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് 30 മാർക്കിൽ കൂടുതൽ തരാൻ കഴിയില്ല. 30 ഔട്ട് ഓഫ് 40. Thank you, sir. ഗീതാഞ്ജലി മാം. ശരിയാണ്, നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് റെസിപ്പിക്കാണ്. എന്നാലും ഞാൻ നോക്കുന്നത് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ബിഹേവിയർ, ആ ഒരു എഫിഷ്യൻസി, അതിനും ഞാൻ പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. സോ 33 മാർക്സ്. 33 ഔട്ട് ഓഫ് 40. താങ്ക് യു. രഞ്ജിനി ചേച്ചി. സിനി, ഇവിടെ സിനിയുടെ ബ്രദർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇവൻ ആ മുളക് ഇട്ട ജ്യൂസ് കുടിച്ചാലും പുള്ളി ആ എക്സ്പ്രഷൻ അങ്ങനെ വളരെ കൺട്രോൾ ചെയ്തത് വളരെ അവിടെ നിന്ന് നമുക്കറിയാം പുള്ളി എത്രയ്ക്ക് സിനിയെ ലവ് ചെയ്യുന്നു. ഓക്കെ, ആ ബ്രദർലി ലവ് അവിടെ ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാൻ ശരിക്കും 13 കൊടുക്കുന്നത്. പക്ഷേ ഈ ബ്രദർലി ലവ് ഇട്ടിട്ട് +1 14. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. സോ ടോട്ടൽ സ്കോർ 77 ഔട്ട് ഓഫ് 100. 3 മാർക്ക് കുറഞ്ഞോളൂ. ഓൾമോസ്റ്റ് ആ ഒരു തോട്ട് ലെവൽ വരെ എത്താറായി അല്ലേ? എനിക്കിപ്പോ ഒരു ചെറിയൊരു സമാധാനം. ഇനി അടുത്ത ഒരു ടാസ്ക് എന്തായാലും യമ്മി മമ്മി വരൂല എന്ന് ശാലിനി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി 15 മിനിറ്റ് തരൂല, വേറെ ഏതെങ്കിലും ടാസ്കിനായിരിക്കും തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോ ഈ ഘട്ടത്തിൽ എന്ത് തോന്നുന്നു? ഇനി ഒരു 15 മിനിറ്റ്സ് കിട്ടി യമ്മി മമ്മി ആയിരുന്നെങ്കിൽ എന്തുണ്ടാക്കിയ? ഇനി എനിക്കത് കിട്ടുവാണെങ്കിൽ ഞാൻ അതനുസരിച്ച് മാനേജ് ചെയ്യും. അല്ല, എന്തുണ്ടാക്കുമായിരുന്നു ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ? ആ 15 ചപ്പാത്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൂരി കറി ഉണ്ടാക്കാം. കാരണം പെട്ടെന്ന് ടെൻഷൻ, ഇനി ഇപ്പൊ ടെൻഷൻ ഇല്ലല്ലോ. ഫസ്റ്റ് ടാസ്ക് വരുമ്പം എത്രയായാലും ടെൻഷൻ ഉണ്ട്. എനിവേസ്, അടുത്ത ടാസ്കിലത്തേക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. ഈ പോയ മാർക്കുകളെല്ലാം മേക്കപ്പ് ചെയ്യൂ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Malabar Gold and Diamonds Grihalakshmi, the best homemaker, powered by Oriental Group of Hotel Management. മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സിന്ധുവിൻ്റെയും സിനിയുടെയും 2 ടാസ്കുകളാണ് നമ്മൾ കണ്ടത്. അടുത്ത എപ്പിസോഡിൽ മറ്റ് 2 കണ്ടസ്റ്റൻസുമായിട്ട് നമ്മൾ വീണ്ടും തിരിച്ചെത്തും. Till then, it's me, Anuja Krishnan, signing off. Costume courtesy, Krishnakumar, Nas Lifestyle, Pulimur Junction, Trivandrum. Ranjini and Anuja's jewelry courtesy, Malabar Gold and Diamonds, Paravangadi, Trivandrum. Radio partner, 92.7 Big FM. ഓരോന്നിനും കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നല്ലേ? ഓരോരോ കാര്യത്തിനും. ഏറ്റവും വിഷമമുള്ള പ്രായം പറയണം. പ്രായം പറഞ്ഞില്ലല്ലോ ഞാൻ. ഇത്രയും പ്രായം എന്ന് പറഞ്ഞാൽ എത്രയോ പ്രായമുള്ള 20 വയസ്സുള്ള ഞാൻ കുഞ്ഞിനോട് അഭിച്ചേട്ടനാണ്. പക്ഷെ അന്ന് ഇന്നും എന്നും അഭിച്ചേട്ടൻ ഇങ്ങനെ തന്നെയാട്ടോ. അബി പോലെ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ ഞാൻ കുറച്ച് മാറി നിൽക്കും. പഴുക്കാത്ത പഴം ആര് പറഞ്ഞു പഴുക്കാത്ത പഴമാണ്? നിങ്ങൾ കഴിച്ചു നോക്കി. ഞങ്ങളുടെ ഇവിടെ ഉണ്ടായതാണ്. സ്വാഭാവികമായിട്ടും ഒരാളെ വെൽക്കം ചെയ്യാൻ ഇതിൽ കൂടുതൽ പറ്റത്തില്ല. സെറ്റ് എത്ര വരുന്നുണ്ട്? എത്ര ഗ്രാം വരുന്നുണ്ട്? ഒരു സാധനം മേടിച്ചാൽ അത് it has to be useful. ഇത് എടുത്തിട്ട് എനിക്ക് പിന്നെ ഒരു ചെയിൻ ഇടും, അത് മ്യൂസിക് സിസ്റ്റം ഏതാ ഉള്ളത്? ഇത് കൂടുതലുണ്ടോ? AC ഏതൊക്കെ ഉള്ളത്? ശരി, ഒരു ടോർച്ച് എടുക്കൂ എന്ന് പറയുന്ന പോലെയാ. ഇത് എത്ര പോയിന്റാ? ബിലോ 1 lakh. അപ്പം മോതിരം വെച്ചിട്ട് ഇത് ഒഴിവാക്കും. അവരുടെ ജീവിതം തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കുന്ന സന്ദേശങ്ങളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്.